ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും പാഠഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കൾ ചാനലിൽ കയറി പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഗ്രേറ്റയുടെ പോരാട്ടക്കഥ വായിക്കൂ. ഭൂമിക്ക് വേണ്ടി. അവധിക്കാലം കഴിഞ്ഞു. സ്വീഡന്റെ നിരത്തുകളിൽ യൂണിഫോം ഇട്ട് ബാഗും തൂക്കി നടന്നും സൈക്കിൾ ചവിട്ടിയും വീണ്ടും കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. സ്റ്റോക്ക്ഹോം നഗരത്തിലാണ് സ്വീഡന്റെ പ്രൗഢമായ പാർലമെന്റ് മന്ദിരം. അതിൻ്റെ അകത്തളത്തിലാണ് ജനപ്രതിനിധികൾ ദ്വീപ് രാഷ്ട്രത്തിൻ്റെ ചട്ടങ്ങൾ ചമയ്ക്കുന്നത്. എത്രയെത്ര ചർച്ചകളാണ് അരങ്ങേറുന്നത്. പക്ഷേ ഭൂമിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അതിനുള്ളിൽ തലപുകയ്ക്കുന്നുണ്ടോ? ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത്ര നിസ്സാരക്കാരല്ല ആരും. ജീവിതശൈലിയിൽ കൊണ്ടുവന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾക്ക് പോലും മലിനീകരണം വലിയ അളവിൽ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇടപെടലുകൾ കൊണ്ടായില്ല. കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. ഭൂമിക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടണം. ആഗോളതാപനത്തിൽ ഭൂമി ഉരുകുന്നത് ജനപ്രതിനിധികൾ അറിയുന്നില്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഗ്രേറ്റ ട്യൂൻബെർഗ് തയ്യാറെടുത്തു. 2018 ഓഗസ്റ്റ് 20. പാർലമെന്റ് മന്ദിരത്തിനു മുന്നിൽ കല്ലുപാകിയ നിരത്തിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി. അവൾ സ്കൂൾ യൂണിഫോം ധരിച്ച് മുടി ഇരുവശത്തും പിന്നിയിട്ടിരുന്നു. പുസ്തകസഞ്ചി തൊട്ടടുത്ത് ചാരിവെച്ചു. അവൾ കരുതിയ പ്ലക്കാർഡിലെ കൈപ്പട ആളുകൾ സ്വീഡിഷ് ഭാഷയിൽ ഇങ്ങനെ വായിച്ചു: കോൾ സ്ട്രക്ക് ഫോർ ക്ലൈമറ്റ്. കാലാവസ്ഥയ്ക്കായി സ്കൂൾ സമരം. ഗ്രേറ്റ ട്യൂൻബെർഗ് എന്ന 15 വയസ്സുകാരി ഭൂമിക്ക് വേണ്ടി, തലമുറകളുടെ ഭാവിക്ക് വേണ്ടി, കാലാവസ്ഥയ്ക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 8:30 മുതൽ വൈകിട്ട് 3 മണിവരെ സാധാരണ ക്ലാസ്സിലിരിക്കേണ്ട സമയം മുഴുവൻ ഗ്രേറ്റ പ്ലക്കാർഡുമായി പാർലമെന്റ് കെട്ടിടത്തിനു മുന്നിൽ തപസ്സു ചെയ്തു. സാധാരണക്കാരുടെ കൗതുകത്തിനപ്പുറം ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിക്കാൻ അന്നത്തെ പ്രയത്നം കൊണ്ടായില്ല. പിറ്റേ ദിവസം ഗ്രേറ്റ രാവിലെ യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി ഇറങ്ങിയപ്പോൾ പ്ലക്കാർഡ് എടുക്കാൻ മറന്നില്ല. 2ാം ദിവസം വഴിപോക്കർ കൗതുകത്തോടെ നോട്ടമെറിയുന്നതിന് പകരം ഒരു നിമിഷം നിന്ന് കാര്യം തിരക്കുന്ന തരത്തിലേക്ക് സമരം ശ്രദ്ധ നേടി. അന്ന് മടങ്ങുന്നതിന് മുൻപ് തന്നെ ഗ്രേറ്റയ്ക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി. സ്കൂൾ സമരത്തിൻ്റെ ആദ്യത്തെ പിന്തുണക്കാർ. 3ാം ദിവസം കൂടുതൽ ഉത്സാഹഭരിതയായാണ് ഗ്രേറ്റ സമരവേദിയിലെത്തിയത്. അന്ന് ഗ്രേറ്റ ഒറ്റയ്ക്കായിരുന്നില്ല. അവൾക്കൊപ്പം ചെറിയൊരു കൂട്ടം രൂപപ്പെട്ടു. ചെറുപ്പക്കാരായിരുന്നു കൂടുതലും. സമരം 6ാം ദിവസത്തിൽ എത്തി. കൂട്ടുകാരോട് ഗ്രേറ്റയ്ക്ക് അന്നൊരു നിർദ്ദേശം വയ്ക്കാനുണ്ടായിരുന്നു. ലക്ഷ്യബോധമില്ലാതെ എല്ലാ ദിവസവും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നതിനെക്കുറിച്ച് എല്ലാവരും പഠിക്കണം. സമൂഹമാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശം എത്തിക്കണം. ഒരു ലൈക്കോ കമൻറ്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ്. പതിയെ പതിയെ പാർലമെന്റ് കെട്ടിടത്തിനു മുന്നിലെ സംഭവവികാസങ്ങൾ സ്വീഡനിൽ ചർച്ചയായി തുടങ്ങി. എല്ലാ ദിവസവും സമരത്തിൻ്റെ ചിത്രമെടുത്ത് ഗ്രേറ്റ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. ഞങ്ങളും വരട്ടെ, എപ്പോഴാണ് കാണാൻ സാധിക്കുക? ഗ്രേറ്റയുടെ വിശേഷങ്ങൾക്കു കീഴിൽ കമന്റ് ബോക്സിൽ ആരാധകരുടെ ചോദ്യങ്ങൾ നിരന്നു. ഗ്രേറ്റ മറുപടി നൽകി: എല്ലാവർക്കും സ്വാഗതം. നിരവധി പേർ ഓരോ ദിവസവും പാർലമെന്റിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ചിലർ സ്കൂളും ജോലിയും ഉപേക്ഷിച്ച് മുഴുവൻ സമയം സമരത്തിൽ പങ്കാളികളായി. മറ്റു ചിലർ ഒരു നേരത്തെ ഭക്ഷണമോ ഷോപ്പിങ്ങോ ഉപേക്ഷിച്ച് പറ്റുന്ന സമയങ്ങളിലെല്ലാം പിന്തുണയുമായി എത്തി. കൂടുതൽ അമ്മമാർ മക്കളെയും കൂട്ടി സമരത്തിനെത്താൻ തുടങ്ങി. മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പ്ലക്കാർഡുകളുമേന്തി ഗ്രേറ്റയ്ക്കൊപ്പമിരുന്നു. ചിലർ ഗ്രേറ്റയ്ക്ക് കഴിക്കാൻ ഭക്ഷണപ്പൊതികളും കുടിക്കാൻ പാനീയങ്ങളും കരുതി. നഗരത്തിൽ 15 വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം അതിനോടകം വലിയ ചർച്ചയായി. പത്രങ്ങളിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. 9ാം ദിവസമായപ്പോഴേക്കും പാർലമെന്റ് മന്ദിരത്തിനു മുന്നിലെ നിരത്തിൽ സമരക്കാർ നിറഞ്ഞു. അതോടെ വേദി മാറ്റേണ്ടി വന്നു. ഗ്രേറ്റ തടസ്സങ്ങളൊന്നും ഉന്നയിച്ചില്ല. പുതിയ നിയമങ്ങൾ വേണമെന്നല്ലാതെ ഉള്ള നിയമങ്ങൾ ലംഘിക്കുക എന്നത് അവളുടെ അജണ്ടയായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ലോകം ഗ്രേറ്റയെ അറിയാൻ തുടങ്ങി. കാലാവസ്ഥാ പ്രശ്ന പരിഹാരത്തിന് സ്കൂൾ ഉപേക്ഷിച്ച 15 വയസ്സുകാരി എന്ന പേരിൽ ദ ഗാർഡിയൻ പത്രം ലേഖനം പ്രസിദ്ധീകരിച്ചു. സ്വീഡനകത്തും പുറത്തും സകല ഭാഗങ്ങളിലേക്കും വാർത്തയെത്താൻ തുടങ്ങി. ഗ്രേറ്റ ചെയ്യുന്നതിനോട് യോജിക്കാൻ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നിരവധി പേരുണ്ടായി. സ്വീഡനിൽ പലയിടങ്ങളിലും സ്കൂൾ സമരങ്ങൾ അരങ്ങേറി. ഗ്രേറ്റയ്ക്ക് പിന്തുണയറിയിച്ച് രാജ്യത്തിനകത്തും പുറത്തും വലുതും ചെറുതുമായ പ്രകടനങ്ങൾ നടന്നു. റോമിൽ നിന്ന് ഗ്രേറ്റയെ തേടി ഒരു ഫോട്ടോഗ്രാഫർ എത്തി. ഗ്രേറ്റയുടേതുപോലെ ഒരു സൈക്കിൾ. അതിൻ്റെ പെഡലിൽ ചാരിവെച്ച പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നന്ദി ഗ്രേറ്റ, ഞങ്ങളുമുണ്ട് നിനക്കൊപ്പം. എഴുതിയിരിക്കുന്നത് PS രാഗേഷാണ്.
ഭൂമിക്ക് വേണ്ടി ഒരു സ്കൂൾ കുട്ടിയുടെ പോരാട്ടം എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇനി പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശം എത്തിക്കണം. ഒരു ലൈക്കോ കമൻറ്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ്. ഗ്രേറ്റ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഗ്രേറ്റ തൻ്റെ സമര പ്രചാരണത്തിനായി ഉപയോഗിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ലോകം ഗ്രേറ്റയെക്കുറിച്ചും ഗ്രേറ്റയുടെ സമരത്തെക്കുറിച്ചും അറിഞ്ഞത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്? ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. ടീച്ചറുടെ സഹായത്തോടെ ഗ്രേറ്റയുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കൂ. നിങ്ങൾ അറിയേണ്ട ധാരാളം കാര്യങ്ങൾ അതിലുണ്ടാകും. സ്കൂളിന് ഫേസ്ബുക്ക് പേജ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മലയാളം ക്ലാസ്സിൽ ഈ വർഷം ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും ഫോട്ടോകളും സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കാൻ ടീച്ചറോട് പറയുമല്ലോ. ആദ്യം നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കൊക്കെ ഗുണകരമാണോ എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എഴുതാം. മറ്റുള്ളവ നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടുകൂടെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ മാധ്യമങ്ങൾക്ക് അതിലേറെ ദോഷങ്ങളും ഉണ്ട്. ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയും അതുപോലെ മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ ഒരു വ്യത്യാസവുമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരാളുടെ സ്വകാര്യതയിലേക്ക് എങ്ങനെ എത്തി നോക്കാമെന്നതിന് ഒരു ഉദാഹരണമാണ് സമൂഹ മാധ്യമങ്ങൾ. ആൺപെൺ ഭേദമില്ലാതെ പലരുടെയും ജീവിതം സമൂഹ മാധ്യമങ്ങൾ വഴി നശിച്ചിരിക്കുന്നു. എന്നാൽ ആർക്കെങ്കിലും ഒരു അസുഖമോ കടബാധ്യതയോ ഉണ്ടെങ്കിൽ സമൂഹ മാധ്യമം വഴി അവർക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല, മറിച്ച് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അടുത്ത പ്രവർത്തനം ഗ്രേറ്റയ്ക്കൊരു കത്ത്. കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് 2018 മെയ് മാസത്തിൽ സ്വീഡിഷ് ഡെയിലി ന്യൂസ് എന്ന പത്രം നടത്തിയ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയപ്പോഴാണ് ഉപന്യാസമെഴുത്ത് പോരാ, കാലാവസ്ഥാ മാറ്റത്തിന് ഇടയാക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികൾ തടയാൻ പോരാട്ടം തന്നെ വേണമെന്ന് ഗ്രേറ്റയ്ക്ക് മനസ്സിലായത്. ഗ്രേറ്റ തൻ്റെ പോരാട്ടം തുടങ്ങിയത് ഒറ്റയ്ക്കാണ്. പിന്നീട് അവൾക്കൊപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ചേർന്നു. ഇതിനകം 35ലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് ഗ്രേറ്റ അർഹയായി. കിട്ടാവുന്ന പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എന്നിവ വായിച്ചും മറ്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രേറ്റയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമല്ലോ. ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രേറ്റയ്ക്ക് ഒരു കത്തെഴുതൂ. വ്യക്തിഗതമായി തയ്യാറാക്കി ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തി ക്ലാസ്സിൻ്റേതായി ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ മക്കൾ ഓരോരുത്തരും ആദ്യം കത്തെഴുതുക, അതിനുശേഷം ഗ്രൂപ്പായി തിരിഞ്ഞ് അതിൽ നിന്ന് നല്ല കത്ത് മെച്ചപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് പിന്നെ മൊത്തം ക്ലാസ്സിൻ്റേതായിട്ട് ഏറ്റവും നല്ല കത്ത് തിരഞ്ഞെടുക്കുക കേട്ടോ. ആദ്യം മക്കൾ കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും മുകളിൽ എഴുതുക. എന്നിട്ട് പ്രിയപ്പെട്ട ഗ്രേറ്റയ്ക്ക്, സുഖമാണെന്ന് കരുതുന്നു. ഞാൻ നിങ്ങളുടെ ലക്ഷക്കണക്കിന് ആരാധകരിൽ ഒരാളാണ്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. പ്രകൃതിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ പോരാട്ടം എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു 15 വയസ്സുകാരിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്ന് മനസ്സിലാവുന്നു. 15 വയസ്സുകാരിയായ ഗ്രേറ്റ ഇതിന് മുന്നോട്ടിറങ്ങിയതോർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ഒരു 15 വയസ്സുകാരി ഇറങ്ങേണ്ടി വന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തോട് പുച്ഛവും തോന്നുന്നു. എനിക്കും നിങ്ങളെപ്പോലെ പ്രകൃതിക്ക് വേണ്ടി അവസാനം വരെ പോരാടണമെന്നാണ് ആഗ്രഹം. എന്ത് വില കൊടുത്തും ഭൂമിയെ സംരക്ഷിക്കുന്നവളാവാൻ എനിക്ക് പ്രചോദനമാകുന്നത് നിങ്ങളാണ്. ഇനിയും ഒരുപാട് എഴുതുന്നില്ല, കാണുമെന്ന വിശ്വാസത്തോടെ ഒരു ആരാധിക. അപ്പോൾ മക്കളെ, ഈ ഒരു പാഠഭാഗം എത്രയാണ് ഉള്ളത്? മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.